അപ്പോൾ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു SSDയും ഒരു ഹാർഡ് ഡിസ്കും വാറൻറ്റിക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സാധനം വർക്കാകുന്നില്ലായിരുന്നു. നമ്മൾ കമ്പ്യൂട്ടറിൽ കുത്തി കഴിയുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും വർക്കാവാൻ. പിന്നെ ഹാർഡ് ഡിസ്കും സെയിം സിറ്റുവേഷൻ. വേറൊരു പ്രശ്നം, നമ്മുടെ ഹാർഡ് ഡിസ്കിന് വാറൻറ്റി തീർന്നു. അപ്പോൾ ഇതെന്തായാലും എനിക്ക് തോന്നുന്നില്ല കൊടുക്കാൻ പറ്റുമെന്ന്. വേണമെങ്കിൽ ചെക്ക് ചെയ്യിക്കുക, ഞാൻ ഇതും കൂടെ കൊണ്ടുപോകുന്നുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് മാത്രം. പിന്നെ ഇത് വാറൻറ്റി ഉണ്ട്, 2026 വരെ വാറൻറ്റി ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കാമെന്ന് ചോദിച്ചു. ഇത് റീപ്ലേസ്മെൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് ഇതായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അപ്പം തന്നെ അവരുടെ സാധനം ഉണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് തരും. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ കണ്ടത് നമുക്ക് ഒന്നെങ്കിൽ ഈ സാധനം ഷിപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ പോയി ഡ്രോപ്പ് ഓഫ് ചെയ്യാം. ലൊക്കേഷനുണ്ട്, കൊച്ചിയിലൊരെണ്ണമുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കൊച്ചിയിൽ കൊണ്ട് കൊടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാര്യം ഇതെങ്ങനെയൊക്കെയാണെന്ന് വീഡിയോക്കകത്ത് കാണാം. ഫസ്റ്റ് നിങ്ങൾ ഓൺലൈൻ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. WD ഹാർഡ് ഡിസ്കിൻ്റെ അവരെ കോൺടാക്ട് ചെയ്യാം. അതിൽ സപ്പോർട്ട് നമ്പറുണ്ട്, അപ്പോൾ അത് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് അവരെ ത്രൂ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓൺലൈൻ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. അപ്പം എല്ലാം ഇവിടെ വാറൻറ്റിക്ക് എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. നമുക്ക് അതിനപ്പോൾ ഒരു നമ്പർ കിട്ടും. ഈ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ക്ലെയിം ഇത് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്പറുണ്ട്, ഞാൻ ഇത് ക്ലെയിമിന് കൊണ്ട് കൊടുക്കണം. നിങ്ങളെന്ന് കാണിക്കാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നീ നേരെ എറണാകുളത്തോട്ട്, ഓഫ് ടു എറണാകുളം. നമ്മൾ എറണാകുളത്തേക്ക് യാത്ര പോവുകയാണ് നമ്മുടെ SSD റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ സമയം 6:43. എനിക്ക് 2-2.5 മണിക്കൂറിനോടെ എത്തും. ബാക്കി അതിൻ്റെ യാത്ര കാണാം. പേരര അതൊക്കെ കൈപ്പാക്കി നോക്കിയിട്ട് അതിലേക്ക് വരുമ്പോൾ വരിക. അടുത്തത് ഇപ്പം ഇനി 3 കിലോമീറ്റർ കൂടെ ഉള്ളു. ലൊക്കേഷൻ സെറ്റ് ചെയ്ത് ഞാനത് കറൻ്റ്ലി ക്ലോസ് എന്ന് കാണിക്കും. നമുക്ക് എന്തെങ്കിലും കൂടെ പോയി നോക്കാം. ഇവിടുത്തെ രാശി തുറന്നായിരുന്നു. വാറണ്ടിക്ക് വന്നായിരുന്നു. വാറണ്ടി ക്ലെയിം ചെയ്യാൻ റീപ്ലേസ്മെന്റ് ഈ ബിൽഡിങ്ങിൻ്റെ ആ സൈഡൊക്കെ അത്രയും അപ്പുറത്തിറങ്ങി ഏറ്റവും ലാസ്റ്റിൽ സ്റ്റെപ്പ് എടുത്തുന്ന അവിടെയാണ് ഇവിടെ അകത്തിടും.
സാൻഡ് ഡിസ്കിൻ്റെ വാറണ്ടി ഇവിടെയാണോ അല്ലേ? എന്തോ RMA നമ്പറോ? അത് കിട്ടിയായിരുന്നു അല്ലേ? ഇപ്പം തന്നെ റീപ്ലേസ്മെൻറ്റ് കിട്ടുമോ? പിന്നെ എൻ്റെ ഒരു വേറെ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു, അത് WD-ൻ്റെ TTV ഹാർഡ് ഡിസ്ക്. അതിപ്പം ഹാർഡ് ഡിസ്ക് HDD എന്തോ ഇത് WD എൻ്റെ SSD ആണോ? മറ്റേ എവിടെ അപ്പോൾ? എന്തോ ഇല്ല, അതിന് വാറണ്ടി ഇല്ല. എനിക്ക് അതിൻ്റെ ഡാറ്റ കറക്റ്റായി പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ റീസെറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് വേറെ പോക്കറ്റ് സമയം എടുക്കുമോ? 1.5 മണിക്കൂറല്ലേ? ഓക്കെ, എന്നാൽ അത് പോയാൽ അതും കൂടെ ചെയ്യാം. ആ ചിക്കൻ അപ്പോൾ SSD റീപ്ലേസ് ചെയ്ത് കിട്ടി. ഹാർഡ് ഡിസ്കിന് കുഴപ്പമൊന്നും കിട്ടിയില്ല. അടുത്തവളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ബിൽഡിങ് നോക്കിയതല്ലേ, അത് കയറാൻ എനിക്ക് വരികയും കണ്ടില്ല. പിന്നെ അവിടെ കയറാൻ പോയില്ല. അത് നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ട് റിക്കവർ അല്ലെങ്കിൽ ഫുള്ള് ഇറേസ് ചെയ്ത് നോക്കാം, അത് നടക്കത്തുള്ളൂ. എന്തായാലും ഇവനെ കിട്ടി, ഇത് കിട്ടി എന്തായാലും നന്നായി. അപ്പോൾ അത് ഇത് ഒന്നെങ്കിലും കിട്ടിയ നന്നായി. അപ്പോൾ അത് വേസ്റ്റായി പോയതിന്. ഇതിൽ SSD ഇപ്പം കിട്ടി, അതിൻ്റെ ഒരു സമാധാനമുണ്ട്. ഞാൻ ഇത്രയും എന്തായാലും നേരെ വീട്ടിലോട്ടൊക്കെ പോകുന്നത്, നമ്മുടെ കയറിയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. SSD ഇതാണ്, SSD കിട്ടി. സോ ഇനി ഇത് അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അത്രേ ഉള്ളൂ. എന്തായാലും ഇത് കിട്ടിയ സന്തോഷം. നമ്മൾ എനിക്ക് തോന്നുന്നു ഇനി വാറണ്ടി ഇനി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഒരെണ്ണം ക്ലെയിം ചെയ്താൽ പിന്നെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇതായിരിക്കും. ഒന്നുമില്ല, ബേസിക് ഇൻസ്റ്റാളേഷൻ എല്ലാവർക്കും അറിയാമല്ലോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് 480 GB SSD ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.